ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഡിസ്കഷൻ വന്നിരിക്കുന്നത് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാൻ കേട്ടോ. നമ്മൾ ഡെയിലി ബിഗ് ബോസ് കാണാറില്ലേ? ഇടയ്ക്ക് വല്ലപ്പോഴല്ല. ആദ്യം പണ്ടൊന്നും അങ്ങനെ കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ടാസ്കുകളൊക്കെ വരുന്ന കാരണം കുറച്ച് ഇൻട്രസ്റ്റ് കൂടി കാണാനായിട്ട്. ടാസ്കുകൾ മാത്രം, അല്ലാത്ത ലോക്കൽ വഴക്കൊന്നും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷെ ഈ 2-3 ദിവസമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കാണാനായിട്ട്. സോ ബിഗ് ബോസിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെവിനും അനുമോളെ കുറിച്ചുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ കാണിച്ചതില്ലേ, എന്താ തോന്നിയത്? എന്താ അഭിപ്രായം തോന്നണേ? നെവിൻ അനുമോളുടെ ബെഡിൽ വെള്ളം കോരി വെച്ച വീഡിയോ. അടിക്കാനാ തോന്നുന്നത് ബേസിക്കലി. പക്ഷെ അനുമോള് പറഞ്ഞു അല്ല, അടിച്ചു വളർത്താത്തതിന്റെ അല്ല, അത് എനിക്ക് പ്രോബ്ലം. എന്തോ അവര് തമ്മിലൊരു ഈഗോ ക്ലാഷ് ഉണ്ട്. അനുമോൾ എന്തോ പറയുന്നത് നെവിനെ ട്രിഗർ ചെയ്തുകൊണ്ടാണ്. അല്ല, അനുമോൾ എന്തോ നെവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ലൈവ് എപ്പിസോഡൊന്നും കാണുന്നുണ്ട്. ഏകദേശം നമുക്കൊരു പുറത്തുനിന്ന് ഒരു ഐഡിയ കിട്ടിയിട്ട് നമ്മൾ ആ ഒരു അവൻ ചെയ്തൊരു കാര്യം, വെള്ളം കോരി ഒഴിച്ചു. അതായത് അവള് കണ്ണു തുറന്ന് കിടക്കാണ് പുള്ളിക്കാരി. പക്ഷെ കണ്ണു തുറന്ന് കിടന്നിട്ട് സംസാരിച്ചിട്ട് പോലും അവൻ ചെറുതായിട്ട് ആര്യന്റെ ഹെൽപ്പോടെ വെള്ളം കുറച്ച് മകിലിങ്ങനെ മുഖത്തേക്ക് ആക്കി. അല്ല, അങ്ങനെ അവള് കണ്ണ് തുറന്ന് കിടക്ക, കണ്ണടച്ച് കിടക്കല്ല. കണ്ണ് തുറന്ന് അവനായിട്ട് സംസാരിക്കണ ഒരാളുടെ അടുത്ത് വെള്ളം കോരി വയ്ക്കുന്നുണ്ട്. നമ്മള് ശരിക്കും ഉറങ്ങുന്ന ഒരാളെയാണ് വെള്ളം കോരി ഒഴിച്ച് നമ്മളിങ്ങനെ ഉണർത്താൻ നോക്കാം. ഇത് ഒരു ആവശ്യമില്ലാണ്ട് കണ്ണു തുറന്ന് സംസാരിക്കുന്ന ആളുടെ മേത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അവൾ ട്രിഗറായി പോലെ എടുത്ത് വെച്ച് മാന്തി. സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ ബിഗ് ബോസിലാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മാന്തു. വീട്ടിലാണെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് ഒരു കാരണം അറിയാലോ, അവിടെ സിബ്ലിങ്സിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പൊ എനിക്ക് എന്റെ അനിയത്തി ഉണ്ട്. അപ്പൊ അവൾ എന്നെ മേത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഞാൻ നല്ലത് കൊടുക്കുക അവൾക്ക്. ആ നേരത്ത് നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാണ്ട് അവരെങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് അവരോട് ഇങ്ങനെ കാണിക്കും. അപ്പൊ അനുമോള് വെള്ളം കോരി വെച്ചപ്പോ നെവിൻ ട്രിഗറായിട്ട് നെവിന്റെ വലിയൊരു പാത്രത്തില്, പാലുപാത്രത്തില് വലിയ ഇതിൽ വന്നിട്ട് കുപ്പി എടുത്ത് വെള്ളം എടുത്ത് അവന്റെ ബെഡിൽ ചെരിഞ്ഞു. സോ അതിലൊക്കെ ഓൺ ദ ഇത് ഫിസിക്കലി ഹേർട്ടിങ് അല്ലെങ്കിൽ പോലും ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി തന്നെ ബെഡ് ഉണങ്ങുന്നോണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതുപോലെ ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ, അങ്ങനെ പാല് കോരി ഒഴിക്കുക, തൈര് കോരി ഒഴിക്കുക, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് മോശമാണ്. പണ്ടത്തെ എവിക്ഷനൊക്കെ പടപടയെന്ന് നടക്കും. പക്ഷെ ഇന്നത്തെ എവിക്ഷൻ ബിഗ് ബോസിന് ലാസ്റ്റ് വാണി എന്ന് പറഞ്ഞു കൊടുക്കുക തെറ്റാ. ഞാൻ പറഞ്ഞത് ഓൺ ദ സ്പോട്ട് തന്നെ ഔട്ട് ആക്കണം. പിന്നെ ഇങ്ങനത്തെ ഒരു മാതിരി പേഴ്സണൽ ഗ്രഡ്ജസ് വെച്ച് മനോനില ശരിയല്ലാത്ത ചില ആൾക്കാരെയൊക്കെ നമ്മൾ അപ്പം തന്നെ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആക്കണം. അല്ലെങ്കിൽ എന്താ കാര്യം? ഇങ്ങനെ ഒരു ലാസ്റ്റ് വാണിയും കൊടുത്തിട്ട് ഭയങ്കര സപ്പോർട്ട് ബിഗ് ബോസ് ടീമിനെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു പ്രവണതയല്ല അത്. എനിക്ക് തോന്നുന്നത് അത് ബിഗ് ബോസ് അനുവദിച്ചു കൊടുത്തത് എന്താണെന്നറിയോ? പരിപാടി കഴിയാറായി, ഇനി 2 ആഴ്ചയുള്ളൂ തോന്നുന്നുണ്ട്. അതിന് മുമ്പ് പ്രോപ്പർട്ടികളൊക്കെ അവസാനിപ്പിക്കാന്നാണ് പ്ലാൻ. പക്ഷേ അയാളിങ്ങനെ കൊണ്ടുപോകും. എനിക്കറിയില്ല, കോമഡി ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അനുമോളിൽ അത്ര വലിയ ഫാനൊന്നും ആയിരുന്നില്ല. നാട്ടുകാർ മൊത്തം അനുമോൾക്ക് ഇങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും അനുമോള്, അനീഷ് എന്നുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ ആ ഒരു പരിപാടിയോട് കൂടി അക്ബർ, ആര്യൻ, നെവിനൊക്കെ ഒറ്റ ടീം, അവരൊന്നും പ്രതികരിക്കുന്നില്ല. ആകെ പ്രതികരിച്ചത് ഈ കേസിൽ ഷാനവാസ് പ്രതികരിച്ചു, അനീഷ് പ്രതികരിച്ചു. അനുമോൾ ഇങ്ങനെ ഇവർ കോർണർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇവർ മാത്രം പ്രതികരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ആൾക്കാർ എന്തുകൊണ്ടാണ്. അനീഷ് ഇപ്പൊ എല്ലാ ടാസ്കിലും വിജയിക്കണമെന്നില്ല, കുറെ ഫൗൾ പ്ലേ അനീഷിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അനീഷാണ് അവിടെ പ്രതികരിക്കുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു ലീഡർ പോലെ ആര്യനൊക്കെ നന്നായി ടാസ്ക് കളിക്കുന്നുണ്ട്. പക്ഷെ ആര്യനൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. ആര്യനും ഏതാണ്ട് അനുമോളായിട്ടുള്ള ഒരു ഗ്രഡ്ജ് പോലെ, അല്ലാണ്ട് ന്യായത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത ഇവർക്കില്ല അല്ലെ. ചിലപ്പോൾ ഞാൻ ആര്യനും അക്ബറിനൊക്കെ വോട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യം, കാരണം ഞാൻ ഒരു ഫെയർ ഗെയിമേഴ്സ് ആണെന്നുള്ള എൻ്റെ ഒരു മെന്റാലിറ്റി. പക്ഷെ ഇന്നത്തെ ഒരു സംഭവത്തോടെ എല്ലാം തിരിഞ്ഞു മറിഞ്ഞു. ഞാൻ ഇഷ്ടപ്പെട്ടവരൊക്കെ എനിക്ക് ദേഷ്യം. അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാനിപ്പോൾ അനീഷ് സപ്പോർട്ട് ചെയ്ത്, ഷാനവാസ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഒരു കാരണമില്ലാണ്ട് ഒരു പെണ്ണിന്റെ ബെഡിൽ വെള്ളം ഒഴിച്ച് ഒരു കാരണമില്ല, ഒരു ട്രിഗറും തരാണ്ട് അവള് കിടക്കുന്നു, അവൻ ക്യാപ്റ്റൻ. ഈ ഒരു ലോജിക്കിന്റെ പേരിൽ മാത്രം കയറിട്ട് ആക്രമിക്കുക അവളെ. അങ്ങനെ കോർണർ ചെയ്യുന്നത് ശരിയല്ല. എനിക്ക് തോന്നുന്നത് അനുമോൾക്ക് കിട്ടുന്ന എന്തോ എല്ലാവർക്കും സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, എല്ലാ ബോയ്സും കൂടെ നെവിന്റെ സെറ്റ് നിൽക്കാണ്, ഒരു എതിർക്കണില്ല ഡെവിൻ ചെയ്തോണ്ടൊക്കെ. അല്ല, അനുമോളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്ന് ഇപ്പൊ എല്ലാവരും പറയുന്നത് കുറച്ച് ഡ്രാമ കൂടുതലാണ്, കരച്ചില് കൂടുതലാണ്. അതിനെന്താ? അല്ല, അത് അവളുടെ ക്യാരക്ടർ ആയിട്ടാണ് എല്ലാവരും അത് പോർട്രേ ചെയ്യുന്നത്. പക്ഷെ ആൾക്കാർക്ക് അവള് കളിച്ചോട്ടെ, അവളുടെ ഇഷ്ടത്തിന്. പക്ഷെ ആൾക്കാർക്ക് താല്പര്യമൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചു. ഇങ്ങനെ തോന്നിയത് ചെയ്തു വെക്കും. ഇപ്പൊ നമ്മളെ പോലെ അടിയാവും.
പിന്നെ ഒരു എപ്പിസോഡിൽ നെവിൻ പുറത്തു പോയി. നെവിൻ നൂറ ട്രിഗർ ചെയ്തിട്ട് നെവിൻ ഓടിപ്പോയത് ഓർമ്മയുണ്ടാ? ഞാൻ പോള് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി. പിന്നെ ബിഗ് ബോസ് ആയിട്ട് തിരിച്ചു കൊടുത്തു. ഇത് എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും സീസൺസിലൊന്നും ഇവരിങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വന്തമായിട്ട് ഇറങ്ങി പോയ ഒരു കണ്ടസ്റ്റന്റിനെ തിരിച്ചു കൊണ്ടുവന്നു. രേണുസുതി ഇറങ്ങി പോവാണ്ട് പോലും രേണുസുതി ജസ്റ്റ് പറയാറുള്ളൂ എനിക്ക് പോണം ബിഗ് ബോസ്, അപ്പൊ തന്നെ എവിക്റ്റ് ചെയ്ത് കണ്ടോ? രേണുസുതി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകണം. പല പ്രാവശ്യമായി അവള് പറയണു. 5-6 പ്രാവശ്യം, 6ാമത്തെ പ്രാവശ്യം അല്ല, അത് പറച്ചില് മാത്രമേ ഉള്ളൂ. നെവിൻ ഇറങ്ങി പോയിട്ട് തിരിച്ചുകൊണ്ട് വന്നു. രേണുസുതി പറയലുള്ളൂ. അതും നെവിൻ എന്താ പറയാ, എനിക്ക് അവര് മന്തി റൈസ് ഒക്കെ തന്നു. ആര്? പുറത്തു പോയപ്പോ ഞാൻ സുഖമായിട്ട് അതൊക്കെ കഴിച്ചിട്ടാ വന്നിരിക്കണേന്ന്. അതെനിക്കറിയില്ല. മന്തി റൈസ് ഒക്കെ കൊടുത്തു. ഞാൻ കണ്ടിട്ടില്ല. അതൊന്നും എനിക്കറിയാം. എനിക്ക് അത്ര ഡീപ്പ്. കാരണം ഈ സീസൺ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ 1 ആ ഒരു പവറിലും അത്ര ഒരു എന്താ പറയാ, അത്രയും ഒരു ഭയങ്കര എന്താ പറയാ, ഭയങ്കര അടിപൊളിയായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആ സീസണിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാം പിന്നെ അത് കോപ്പി അടിച്ച് അവരെ പോലെ ഗെയിം കളിക്കാവുന്ന ഇൻഫ്ലുവൻസ് ആവുന്ന കുറെ പേരാണ്. ഇങ്ങനെ നിന്നാ വോട്ട് കിട്ടും, ഇങ്ങനെ നിന്നാ വോട്ട് കിട്ടും. പക്ഷെ ആദ്യത്തെ വന്നവരൊന്നും അവർക്കൊന്നും അറിയില്ല ബിഗ് ബോസ് എന്താന്ന് കൂടിയല്ല. വേറെ ഹിന്ദി ബിഗ് ബോസ് അല്ലാണ്ട് മലയാളത്തിൽ അങ്ങനത്തെ മലയാളി ഹൗസ് എന്ന ഷോ അല്ലാണ്ട് ബിഗ് ബോസ് പോലത്തെ ഷോ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ അവർക്ക് ഒന്നും കണ്ടുപിടിക്കാനായിട്ടൊന്നുമില്ല. സ്വന്തം ബുദ്ധിയിലും അങ്ങനെ അവർ കളിച്ചതാ. അതിലത്തെ ഒരു ഫയർ ഇപ്പോഴത്തെ ബിഗ് ബോസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ചില എപ്പിസോഡ്സിൽ ഇങ്ങനെ ഫയർ ആവുന്നല്ലാണ്ട് മൊത്തത്തിൽ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ജോഷ് ഇല്ല. ശരിയല്ല വന്നത്? പേളിമണി, രഞ്ജിനിയേഴ്സ് അവരൊക്കെ ഭയങ്കര അല്ല അഖിൽമാരാർ അങ്ങനത്തെ കുറെ ടോപ്പേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് എപ്പിസോഡാണ്. വീഡിയോ അത് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അടിയാവും. അതുകൊണ്ട് ഈ സീസണിൽ ആര് കപ്പടിക്കുന്നതാണ് അമ്മയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ഒരാൾക്കും കപ്പ് കൊടുക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം ഈ പ്രാവശ്യം. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ഏതെങ്കിലും കപ്പ് എന്റെ ആഗ്രഹത്തിൽ കപ്പടിക്കുമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഗെയിമിന് പ്രത്യേകത അറിയോ, ഏത് നിമിഷം വേണം തിരിഞ്ഞും അറിയാം. ഒരു അതായത് ഈ സീസണിന്റെ പ്രത്യേകത എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ആരും നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ പറ്റില്ല. അല്ലെങ്കിൽ ആരും ഇങ്ങനെ ലോജിക്കലി തിങ്ക് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഫാൻ ബേസ് ഓക്കെ അവരെ എത്ര കൊല്ലങ്ങളായിട്ട് നമുക്ക് അറിയാം അങ്ങനെയൊക്കെ നോക്കിയല്ലാണ്ട് നമുക്കിപ്പോൾ ഓരോ ഇൻസിഡൻസ് എടുക്കുകയാണെങ്കിൽ ഓരോ കണ്ടസ്റ്റൻസും ഓരോ സിറ്റുവേഷൻസിലാണ് ഭയങ്കര ഫെയർ ആയിട്ട് നിൽക്കുന്നത്. ചില നേരത്ത് ഫെയർ ആവും, ചില നേരത്ത് അൺഫെയർ ആവും. അനുമോളാണെങ്കിലും അനീഷ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും ഷാനവാസ് ഇപ്പോൾ ടാസ്ക് കൊളാക്കി. എന്നാൽ ചില നേരങ്ങളിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടീവായിട്ടൊരു വലിയേട്ടൻ, നമുക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു മാസ്, നമ്മുടെ ഒരു ഗോഡ് ഫാദർ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഇടയ്ക്ക് നിൽക്കും. എന്നാൽ ചില നേരത്ത് പുള്ളി ഇങ്ങനെ നല്ല ഗെയിമിന്റെ സെൻസിൽ എടുക്കാണ്ട് ഗെയിം മൊത്തം കൊളാക്കും. ചില നേരത്ത് അനുമോള് നന്നായിട്ട് നിൽക്കും, ചില നേരത്ത് ചില സെനാരിയോസ് വരുമ്പോൾ അവരിങ്ങനെ മാറ്റും. സോ എനിക്ക് ഒരാളെ പെർട്ടിക്കുലറായിട്ട് ഇഷ്ടപ്പെടാൻ പറ്റില്ല. അനീഷ് ആണെങ്കിൽ ചില നേരത്ത് ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഫ്ലോപ്പായിട്ട് ചെയ്തിട്ട് പോലും ബിഗ് ബോസിന്റെ അടുത്ത് ഇങ്ങനെ തല്ലുണ്ടാക്കുന്ന പോലെ നിൽക്കും. അപ്പോൾ ആസ് നമുക്കൊരു ഓഡിയൻസ് നിലയ്ക്ക് ആര് സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു ബയസ്ഡ് ആവാണ്ട് അവരൊരു പാസ്റ്റ് നോക്കാണ്ട് അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ കണ്ണടച്ചവരെ ഇഷ്ടപ്പെടാണ്ട് ചില സെനാരിയോസിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ ഇതിൽ കുറ്റം ചെയ്യുന്നവരുണ്ട്, അൺഫെയർ ആയിട്ട് കളിക്കുന്നവരുണ്ട്. സോ ഈ സീസണിൽ എൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെ എനിക്ക് ഒരാളോട് മാത്രം പ്രത്യേക ഇഷ്ടം വരുന്നില്ല. ഓരോ എപ്പിസോഡിലും എനിക്ക് ഓരോരുത്തരോട് ഇഷ്ടം വരുന്നത്. അപ്പൊ ഞാൻ പറയണെങ്കിൽ ലാസ്റ്റ് എപ്പിസോഡ് നോക്കിയിട്ട് ലാസ്റ്റിൽ ഇതിങ്ങനെ തീരട്ടെ. ഇപ്പൊ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞിപ്പോ ഷാനവാസ് കുഴപ്പമില്ല. മീൻസ് വേറെ കുറേ ഇഷ്യൂസ് പുള്ളിക്കുണ്ട്. പുള്ളി ഷോ കാണിക്കുന്നുണ്ട്, ഷാനവാസ് പേരും വന്നു അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നോക്കാണ്ട് കറന്റ് സിറ്റുവേഷനിൽ ഇപ്പോൾ കുറച്ച് വില്ലനായിട്ട് നിൽക്കുന്നത് ഈ അക്ബർ, നെവിൻ, ആര്യന. അവർ ത്രിമൂർത്തികൾ ഇങ്ങനെ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവരൊരു ഗ്യാങ് ആയിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ എന്താ പറയുക റൗഡിത്തരം. എൻ്റെ ടോപ്പ് 5 കുറച്ച് എൻ്റെ പ്രഡിക്ഷൻ ഇത്രയാണ്: അനീഷ്, അനുമോള്, ഷാനവാസ്, നൂറ, ആര്യൻ, അക്ബർ ഉണ്ടാവും എനിക്ക് തോന്നണില്ല. ഇങ്ങനെ പോവാണെങ്കിൽ അക്ബർ ഉണ്ടാവില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇനി എവിക്റ്റാൻ പോണവര് നെവിൻ എന്തായാലും പോകും. കാരണം നെവിനെ എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നെവിൻ എന്തായാലും പോണം. ഈ കച്ചട സ്വഭാവം വെച്ചിട്ട് ഇങ്ങനത്തെ ഒരാൾ നിൽക്കേണ്ട കാര്യമില്ല. നെവിൻ പോവും, പിന്നെ അക്ബർ പോവും, ആദില പോവും. നെവിൻ, അക്ബർ, ആദില, സാബുമോൻ പക്ഷെ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചതാണ്. കാരണം ഇന്നലത്തെ ഒരു എപ്പിസോഡിന് ട്രിഗർ ആയിട്ട് നമ്മൾ ചുമ്മാ ഒരു അഭിപ്രായം നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വെച്ചതാണ്. അപ്പോൾ നല്ല കണ്ടസ്റ്റൻസിന് വേണ്ടി വോട്ട് ചെയ്യുക, അതായത് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ഗെയിം കളിക്കുകയും എന്നാൽ കുറച്ച് എന്താ പറയാ ന്യായപരം എന്നാണ് പറയാ, ന്യായമായിട്ട് അവിടെ ഗെയിംസ് കളിക്കുകയും
പിന്നെ ബാക്കിയുള്ളവരോട് എന്താ ഈ സഹജീവി സ്നേഹം എന്നൊക്കെ നമ്മൾ പറയില്ലേ, കൺസിഡറേഷൻ, ആ കൺസിഡറേഷൻ ഒക്കെ കൊടുത്ത് കുറച്ചുകൂടി ഹ്യൂമാനിറ്റി, ഫുൾ ഹ്യൂമാനിറ്റി വേണമെന്ന് ഞാൻ പറയുന്നത്, എന്നാലും അത്യാവശ്യം ഒരു ഹ്യൂമാനിറ്റി. കാരണം ഇവിടെ ഈ കണ്ടസ്റ്റന്റിൽ അല്ല ഈ ഗെയിമിൽ വരുന്നതൊക്കെ ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻസ് ആണ്. ഇവിടെ ഹ്യൂമാനിറ്റി കൊണ്ട് നിൽക്കാന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം കണ്ണിങ് ആയിട്ടുള്ള ഒരു കൂർമ്മ ബുദ്ധിയും ഒരു ടാസ്കിന്റെ രീതിയിൽ കാണാനുള്ള ഒരു ഗെയിമറിന്റെ ഒരു ആറ്റിറ്റ്യൂഡും വേണം. എന്നാൽ ഇച്ചിരി മനുഷ്യത്വമുള്ളവരെ ഇതില് വിജയിപ്പിക്കണമെന്ന് നമ്മൾ എളിമയായിട്ട് അപേക്ഷിക്കുകയാണ്. സോ നല്ലവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ദയവ് ഇത് ഈ ആര് നമ്മളോ അവര് പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാത്ത പരസ്പരം വെക്കാത്ത കണ്ടസ്റ്റൻസിന് വേണ്ടി വോട്ട് ചെയ്യുക. സോ അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ റിഗ്രറ്റ് വരില്ല. ഓക്കെ, അപ്പൊ അത്ര നമ്മുടെ ടോക്ക്. അപ്പൊ താങ്ക് യു.